ഹലോ ഫ്രണ്ട്സ്, കോർഡിനേറ്റ് ജിയോമെട്രിയിലെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് വിച്ച് ഈസ് ഇക്വി ഡിസ്റ്റൻസ് ഫ്രം -4 0 ആൻഡ് 10 0 ഈസ്. എക്സ് ആക്സിസിൽ പോയിന്റ് x0 എന്ന ഫോം ആയിരിക്കും. ദെൻ ഇത് നോക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് എടുത്താൽ മതിയാവും, എക്സ് കോർഡിനേറ്റിന്റെ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് നോക്കിയാൽ മതി, എക്സ് ആക്സിസ് മാത്രം കൺസിഡർ ചെയ്ത് നമുക്ക് കിട്ടും -4 0 ആൻഡ് 10 0. രണ്ടും ഈക്വൽ ഡിസ്റ്റൻസിലാണ് എന്ന് പറഞ്ഞാൽ ഈ കോർഡിനേറ്റ് ഇതിന്റെ മിഡ് പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ -4 + 10 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 3. Then 3 0 is the correct answer. Next question, the center of a circle whose end points of a diameter are -6 3 and 6 4. Center of a circle whose end points of a diameter, അപ്പോൾ ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണ് സെന്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ -6 + 6 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 0. ദെൻ 3 + 4 divided by 2, that is 7/2. Then 0 7/2. Option C is the correct answer. Next question, the points which divides the line segment joining the points 7 -6 and 3 4 in the ratio 1:2 internally lies in which quadrant എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പോയിന്റ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് m1 x2, that is 3 plus m2 x1, that is 14 divided by 3. ഇത് പോസിറ്റീവ് ആണ്. അടുത്തത് y കോർഡിനേറ്റ് നോക്കിയാൽ 1 × 4 plus 2 × -12, 2 × -6, that is -12 divided by 3, that is -8/3. y coordinate is negative and x coordinate is positive. y coordinate നെഗറ്റീവ്, എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് വരുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ദെൻ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ 0 ആൻഡ് 0 എ സൈൻ തീറ്റ മൈനസ് ബി കോസ് തീറ്റ ഈസ്. ഡിസ്റ്റൻസ് ഫോമിൽ അപ്ലൈ ചെയ്താൽ എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ മൈനസ് 0 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എ സൈൻ തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എ സ്ക്വയർ sin square theta plus b square sin square theta plus 2ab sin theta cos theta plus y coordinate differences 0 minus a sin theta minus b cos theta whole square, 0 minus same തന്നെ, that is a square sin square theta plus b square cos square theta minus 2ab sin theta cos theta. 2ab യുടെ ടേംസ് കട്ടായി പോവും. ബാക്കി a square cos square theta, a square sin square theta ഗ്രൂപ്പ് ചെയ്താൽ a square, b square sin square theta plus b square cos square theta ഗ്രൂപ്പ് ചെയ്താൽ b square. അപ്പോൾ ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് a square plus b square വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the point which lies on the perpendicular bisector of the line segment joining the points a -2 -5 and 2 5 is. Point which lies on the perpendicular bisector. Perpendicular bisector എന്ന് പറഞ്ഞാൽ അത് അതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. അതായത് -2 -5നും 2 5ന്റെ മിഡ് പോയിന്റ് ആയിരിക്കും ഈ പോയിന്റ് അല്ലേ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ദാറ്റ് ഈസ് -2 + 2 divided by 2, that is 0. -5 + 5 divided by 2, 0. That is 0 0 is the correct answer. Option A. Next question, if the point P21 lies on the line segment joining the points A42 and B84. അപ്പോൾ ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്തിരിക്കുന്ന പോയിന്റ്സ് A42 കോർഡിനേറ്റ്, ബിയുടെ കോർഡിനേറ്റ് 84. ഈ ലൈൻ സെഗ്മെന്റിൽ ഒരു പോയിന്റ് ആണ് P21 തന്നിരിക്കുന്നത്. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് AP PB കണ്ടാൽ നമുക്കറിയാം അല്ലേ ഇതിന്റെ ഡിവിഷൻ വന്നിരിക്കുന്ന ഏത് റേഷ്യോയിലാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് APയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ദെൻ AP = root of x1 minus x2 whole square plus y1 minus y2 whole square, that is 4 minus 2 whole square, that is 2 square
plus 1 minus 2 square, that is 1, that is root 5 എന്ന് കിട്ടി. Again, PB is equal to 8 minus 2 whole square, that is 6 square, that is 36 plus 4 minus 1 is 3, 3 square 9, that is root 45. ഇനി റൂട്ട് 45 നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റാം. 9 to 5 ആണ്, ദാറ്റ് ഈസ് 3 റൂട്ട് 5 എന്ന് കിട്ടി. അപ്പോൾ എ പിയും പി ബിയും തമ്മിലുള്ള റേഷ്യോ നമുക്ക് കിട്ടി. എ പി ഈസ് ടു പി ബി ഈസ് ഇക്വൽ ടു 1/3 എന്ന് നമുക്ക് കിട്ടി. ഇനി എ ബിയുടെ ലെന്തോടെ കണ്ടാലോ. ദെൻ എ ബി ഈസ് ഇക്വൽ ടു 4 minus 8 whole square, ദാറ്റ് ഈസ് 16 plus 2 square, ദാറ്റ് ഈസ് 4 റൂട്ട് ഓഫ് 60 റൂട്ട് 20. ദെൻ 20നെ നമുക്ക് 4 into 5, ദാറ്റ് ഈസ് 2 റൂട്ട് 5 എന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ബി ഈസ് ഇക്വൽ ടു 2 റൂട്ട് 5 എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് എ പി എത്രയാന്ന് നോക്കി, എ പി റൂട്ട് 5 അപ്പോൾ ദാറ്റ് ഈസ് 2 into എ പി ആണ് എ ബി എന്ന് കിട്ടിയത്. ദാറ്റ് ഈസ് എ ബി ബൈ 2 ഈസ് ഇക്വൽ ടു എ പി. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If A m by 3 5 is the midpoint of the line segment joining the points minus 6 7 and R minus 2 3, then the value of M is, midpoint here apply ചെയ്താൽ മതി, that is minus 6 plus minus 2 divided by 2 is equal to m by 3, that is minus 8 divided by 2, that is minus 4 is equal to m by 3, then m is equal to minus 4 into 3, that is minus 12. Then option A is the correct answer. Next question. The perimeter of a triangle ABC with the vertices A0 4 B0 0 and C3 0 is. Perimeter എന്ന് പറഞ്ഞാൽ ബൗണ്ടറി ലെന്ത് ആണ്. 3 സൈഡിന്റെ ലെന്ത് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ലെന്ത് ഓഫ് എ ബി, ദാറ്റ് ഈസ് 0 minus 0 whole square plus 4 minus 0 whole square, that is root of 4 square is 4. And BC is equal to 0 minus 3 whole square plus 0 minus 0 whole square, that is 3. And AC is equal to 0 minus 3 whole square, that is 9, plus 4 minus 0 whole square, that is 16. Root of 9 plus 16 is root of 25 is equal to 5, that is 5 plus 3, 8 plus 4, 12. Option C is the correct answer. Next, the perpendicular bisector of the line segment joining the points A15 and B46 cuts the x-axis. ഒന്ന് ശ്രദ്ധിക്കണേ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈസ് ദ മിഡ് പോയിന്റ്. നമ്മളോട് ചോദിച്ചേക്കണേ കട്ട്സ് ദ y-ആക്സിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പോയിന്റ് y-ആക്സിസ് കട്ട് ചെയ്യുന്ന എൻ്റെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലൈൻ സെഗ്മെന്റ് ജോയിനിങ്സ് A15 B46, A15 and B46 perpendicular bisector വരച്ചു. ഓൺ y-ആക്സിസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ ലൈൻ സെഗ്മെന്റിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്, ഇതായിരുന്നു മിഡ് പോയിന്റ് ആയിരുന്നു. ഇത് y-ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റാണ് ചോദിച്ചേക്കുന്നത്. y-ആക്സിസിലെ x കോർഡിനേറ്റ് 0. ഇതിന്റെ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ കോർഡിനേറ്റ് ഒന്നും നമുക്കറിയില്ല, ഇതിന്റെ ലെന്തും അറിയില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതങ്ങ് ജോയിൻ ചെയ്യുവാണെങ്കിൽ, ജോയിൻ ചെയ്താൽ നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ് അല്ലേ. ഇത് പി എന്ന് കൊടുത്താൽ ഒറിജിൻ ഒ കൊടുത്താൽ എ പി ഒ കൊടുക്കണ്ട, നമുക്ക് ക്യൂ എന്ന് കൊടുക്കാം. എ പി ക്യൂ ആൻഡ് പി ക്യൂ ബി ആർ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. RHS കോൺഗ്രുവന്റ് റൂൾ വെച്ചിട്ട് മിഡ് പോയിന്റ് ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആൻഡ് എ പി ഈസ് ഈക്വൽ ടു ബി പി, ക്യൂ പി ഈസ് കോമൺ 90 ഡിഗ്രി. അപ്പോൾ ഇത് തമ്മിൽ ഈക്വൽ ആയിരിക്കും. hypotenuse equal, then AQ is equal to BQ. Distance formula apply that 0 minus 1 whole square, that is 1 plus 5y minus 5 minus y whole square is equal to 4 minus 0, that is 16 plus y minus 6 minus y whole square. Simplify ചെയ്യണം. 16 minus 1 അത് നമുക്ക് ഒന്നിച്ചങ്ങ് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാം. that is 1 plus y square times പോയി, ബാക്കി minus 10y plus 25 is equal to 16 plus 36 minus 12y. ആഡ് ചെയ്യാം. 25 plus 1 is 26, 16 plus 36 is 52. Then 52 minus 26, that is 26 minus 10y and minus 12y, that is 2y. Then y യുടെ വാല്യൂ കിട്ടും. y is equal to
26 divided by 2, that is equal to 13. Then 0, 13 is the correct answer. Option A. Next question. A circle drawn with the origin as the center passes through 13 by 2, 0. Origin as center, then 0, 0. The point which does not lie in the interior of the circle is. Origin കൂടെ പാസ് ചെയ്യണോ, origin ആണ് center, passes through 13 by 2, 0. അപ്പോൾ ഇതാണ് അതിൻ്റെ റേഡിയസ് വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് 13 by 2, 0 ഈസ് ദ റേഡിയസ് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് റേഡിയസ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 13 by 2 minus 0 whole square, that is 13 by 2 whole square plus 0 minus 0 whole square is 0, that is equal to 13 by 2. 13 by 2 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്? 6.5. ഇനി ഓരോന്നും ഇതിൽ നിന്നെല്ലാം ഓരോന്നും ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ -3/4 1 ആൻഡ് ഒറിജിൻ ഡിസ്റ്റൻസ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 9/16 plus 1, that is 25. Root of 25 divided by 16, 5/4, that is 1.25. Next നോക്കിയാലോ, 2 square is 4 plus 7/3 whole square is 49 divided by 9, that is 36 plus 49 divided by 9, that is 85 divided by 9. സിംപ്ലിഫൈ ചെയ്യുമ്പോഴും കിട്ടുന്നത് 9 point something ആണ്. അപ്പോൾ അതോ ഡിവൈഡഡ് ബൈ 3 ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ 3.1 വരും. അതും ലെസ് ദാൻ 6.5 ആണ്. റേഡിയസിനേക്കാളും താഴെ ഇന്റീരിയർ ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ദ പോയിന്റ് വിച്ച് ഡസ് നോട്ട് ആണ്. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം ഇന്റീരിയർ ആണെന്ന് മനസ്സിലായി. അടുത്ത് നോക്കിയാൽ 25 പ്ലസ് 1/4, ദാറ്റ് ഈസ് 90. 100 plus 1, that is 101 divided by 4, that is 10.04 divided by 2, that is 5.02. 5.02 റേഡിയസിനേക്കാൾ ലെസ് ആണ്. പിന്നെ അടുത്ത പോയിന്റ് -6 5/2, അത് നോക്കിയാൽ 36 plus 25 divided by 4 ഗ്രേറ്റർ ആണ്. 144 plus 25, that is root of 169, that is 13. 13 divided by 2 is equal to 6.5. റേഡിയസ് തന്നെയാണ്. അപ്പോൾ -6 5/2 ആണ്. ലൈസ് ഓൺ ദ സർക്കിൾ ആൻഡ് നോട്ട് ഇന്റീരിയർ. കാൽക്കുലേഷൻ കുറച്ചുണ്ട്, പല പ്രാവശ്യം ചെയ്തു നോക്കിയാലേ സ്പീഡ് കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the ratio in which the point P 3/4 5/12 divides a line segment joining the points A 1/2 3/2 and 2 - 5. Unknown ratio ആണ്. അപ്പോൾ K is to 1 എടുക്കാം. That is K is equal to K അല്ല 3/4. K is to 1 ratio, that is 3/4 is equal to 2K plus 1/2. That is 4K plus 1 divided by 2. 4 തമ്മിൽ കട്ടായി പോകും. Then 2 ക്രോസ് ചെയ്താൽ ദാറ്റ് ഈസ് 3 is equal to 8K plus 2. That is 8K is equal to the ratio in which the point P 3/4 5/12 divides a line segment joining the points A 1/2 3/2 and B 2 - 5. അപ്പോൾ അൺനോൺ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് K is to 1 എടുത്താൽ ദാറ്റ് ഈസ് കോർഡിനേറ്റ് ഓഫ് P is കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യാം. 3/4 is equal to m1 x2, that is K into 2 plus m2 x1, that is 1 into 1/2 that is 1/2 divided by m1 plus m2, that is K plus 1. ഇവിടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. that is equal to 2 into 2 4K plus 1 divided by 2 into K plus 1. ഈ LHSലെ 3/4ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. that is 2 cross multiply ചെയ്താൽ that is 3K plus 3 is equal to 8K plus 2. Simplify ചെയ്യാം. 3K minus 8K is 5K is equal to 3 minus 2 is 1. Then K is equal to 1/5. Option A 1:5 is the correct answer. Next question.
If the distance between the points 4k and 1, 0 is 5, then the value of k is, distance formula apply that, 4 minus 1 whole square, that is 3 square, that is 9, plus k square, k minus 0 whole square, that is k square, is equal to distance square, that is 25. That is k is equal to 25 minus 9 is 16, root of 16 is equal to plus or minus 4. Option D is the correct answer. Next question. Find the coordinates of the point P on x-axis. X-axis coordinate x0, y coordinate 0 ആയിരിക്കും. Which is equidistant from the points A minus 2, 0 and B 6, 0. ഇങ്ങനെ വരും figure. X-axis point x is 0. Next point A minus 2, 0 and B 6, 0. Distance formula apply ചെയ്യാം. Coordinates are കണ്ടുപിടിക്കണ്ടേ. Then x minus 2 whole square, that is minus minus plus x plus 2 whole square, 0 minus 0 is 0, is equal to x minus 6 whole square. What coordinate avade 0. That is expand ചെയ്യാം. x square and x square അത് രണ്ടും കട്ടായി പോയിക്കോളും. എപ്പോഴും ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്ക്വയറിന്റെ a സ്ക്വയർ എന്നുള്ള ടൈം എടുക്കേണ്ട ആവശ്യമില്ല, ബാലൻസ് എടുത്താൽ മതി. ദാറ്റ് ഈസ് 4x plus 4 is equal to minus 12x plus 36. Transpose ചെയ്താൽ 12 plus 4 is 16x is equal to 36 minus 4 is 32. That is x is equal to 2. Then 2, 0. Option B is the correct answer. Next, if AOBC is a rectangle with 3 vertices are A03, 0, 0, 0, sorry, O00, B50, then the length of the diagonal is AB. Non-adjacent vertices length ആണ് diagonal. അപ്പോൾ AB. That is 0 minus 5 whole square. That is 5 square is 25 plus 3 minus 0 whole square. That is 9. That is root to 34 is the correct answer. Next one. The fourth vertex D of F parallelogram ABCD whose 3 vertices are A minus 2, 3, B 6, 7 and D C 8, 3 is. പാരലോഗത്തിന് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അപ്പോൾ എ ബി സി മൂന്നെണ്ണം അറിയാം. ഡിയുടെ കോർഡിനേറ്റ് എക്സ് വൈ ആയിട്ട് എടുത്താൽ ബി ഡിയുടെ മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു മിഡ് പോയിന്റ് ഓഫ് എ സി. ദാറ്റ് ഈസ് ബി ഡിയുടെ മിഡ് പോയിന്റ് കാണാം ഫസ്റ്റ്. ദാറ്റ് ഈസ് 6 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എ പ്ലസ് സിയുടെ മൈനസ് 2 പ്ലസ് 8. ദാറ്റ് ഈസ് 6 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 3. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 0. y coordinate equate ചെയ്താൽ y plus 7 divided by 2 is equal to AC ൻ്റെത് 3 plus 3 divided by 2. That is 6 divided by 2 is again 3. 3 into 2, 6. That is y is equal to 6 minus 7 is minus 1. Then option B 0 minus 1 is the correct answer. Next question. The points 4, 0, sorry, minus 4, 0 and 4, 0 and 0, 3 are the vertices of a which triangle? So, distance കണ്ടുപിടിക്കാം. minus 4, 0. അത് എളുപ്പം വരച്ചു നോക്കുക. minus 4, 0. X ആക്സിസിൽ minus 4, 0. Then 4, 0. Next 0, 3. അപ്പോൾ ഇവിടേക്ക് നോക്കി അറിയാം യൂണിറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. -4, 3. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് സെയിം ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. ഇവിടെ ഇത് സെയിം യൂണിറ്റ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇസ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ. വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. 0 minus 4 whole square, that is 4 square is 16, root of 16, that is 4. ഇവിടെ അതെ 0 minus 4, that is 4. ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്, അതുകൊണ്ട് ഇത് ഐസോസെലസ് ട്രയാങ്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഫിഗർ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ഇൻ സ്ക്വയേഴ്സ്. ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ബേസ് കണ്ടുപിടിക്കാം. ഇവിടേക്ക് ഒരു 1 യൂണിറ്റ്, ഇവിടേക്ക് 4 യൂണിറ്റ്. അപ്പോൾ ബേസ് 5 യൂണിറ്റ്സ്. ഇനി ഹൈറ്റ് വന്നിട്ട് ഇതാണ് ഹൈറ്റ് വരുന്നത്
അപ്പോൾ അവിടേക്ക് y കോർഡിനേറ്റ് 3 യൂണിറ്റ്. അപ്പോൾ 5 into 3 divided by 2, that is 15 divided by 2, that is 7.5 units. Option B is the correct answer. Next question. If the point CK4 divides the join of A 2, 6 and B 5, 1 in the ratio 2:3, the value of K is, that is, K is equal to 2 into 5 plus 3 into 2 divided by 2 plus 3 is 5. That is 5K is equal to 10 plus 6, that is 16. Then K is equal to 16 divided by 5. Option B is the correct answer. Next question. A line intersect the y-axis and x-axis at the point P and Q respectively. A line intersect the x-axis and y-axis at the points P and Q respectively. Y-axis 0, y, x-axis x 0. If 2 minus 5 is the midpoint of PQ, 2 minus 5 is the midpoint of PQ, then the coordinates of P and Q are, that is 0 plus x divided by 2. 0 plus x divided by 2 is 2. That is x is equal to 4. And y plus 0 divided by 2 is minus 5. That is minus 10. Y the value, that is 0, minus 10 and 4, 0. Option D is the correct answer. Next question. What is the relation between x and y such that the points xy is equidistant from the points 7, 1 and 3, 5? Distance formula apply cheyyanam. That is 7 minus x whole square plus 1 minus y whole square is equal to 3 minus x whole square plus 5 minus y whole square. Square times എല്ലാം ക്യാൻസൽ ആയി പോകും. ബാലൻസ് എഴുതിയാൽ മതി. That is 14x plus 49 minus 2y plus 1 is equal to minus 6x plus 9 plus 25 minus 10y. Equate ചെയ്യാം. Minus 14 and minus 6x. That is minus 8x. Minus 2y and minus 10. Transposition plus I. That is plus 8y is equal to 49 plus 1 is 50. 9 plus 25, 34. 34 minus 50, that is 16. That is x minus y is equal to 2. Option B is the correct answer. Next question. In a classroom, 4 friends are seated at points A, B, C and D. They forms a square, rectangle, parallelogram and none of these. ഇവരുടെ പൊസിഷൻസ് ഫോം ചെയ്യുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ പേരാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. എയുടെ കോർഡിനേറ്റ് 4, 3. ദെൻ ഡിയുടെ കോർഡിനേറ്റ് 6, 1. സിയുടെ കോർഡിനേറ്റ് 4, 9, 4. ബിയുടെ കോർഡിനേറ്റ് 7, y കോർഡിനേറ്റ് 7, 6, 7. ജോയിൻ ചെയ്യാം. എ ഡി, ഡി സി, എ ബി, ബി സി. ആദ്യം എ ടു ഡിസ്റ്റൻസ് കാണാം. 6 minus 4 whole square. 6 minus 4 is 2. 3 minus 1, 2. That is 2 square plus 2 square. That is 4 plus 4. That is root 8. ഇതെടുത്താൽ 9 minus 6, 3 square. 9 plus 4 minus 1 whole square. Again 3 square. 9 root of 18. Next 9 minus 6, that is 3 square. 9 plus 7 minus 4, again 3 square. 9, that is root of 18. Next എടുത്താൽ
6 minus 4, that is 2 square is 4 plus 7 minus 3, 4. 4 square is 16 is equal to root 20. ഇവിടെ 4 minus 6, 2 square is 4 plus 3 minus 1, 2 square is 4, then 4 plus 4 root 8. ഒന്നും ഈക്വൽ ആയിട്ടുള്ളത് ഒന്നും കിട്ടിയിട്ടില്ല. പാരലോഗരായിട്ട് കിട്ടുന്നില്ല, സ്ക്വയറും കിട്ടുന്നില്ല. അപ്പം നൺ ഓഫ് ദീസ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോ ഉടനെ വരാം. ഓക്കെ, താങ്ക് യു.